Hi students, welcome back. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതുവരെ എന്റെ വീഡിയോസ് കാണാത്തവര് ജയ എം സോണി എന്ന ലിങ്കിൽ കയറിയാൽ നമ്മുടെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ 11 വീഡിയോസ് ആണ് ഉള്ളത്. 11 വീഡിയോസും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ കയറി പ്ലസ് ടു സ്റ്റേറ്റ് ഫിസിക്സ് എന്ന് കാണുന്ന വീഡിയോസ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതുവരെ കണ്ടിട്ടില്ലാത്തവര് വീഡിയോസ് കാണുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, our first question, a body of mass m is charged negatively. State whether the statements are true or false. ഒരു ബോഡി m മാസ് ഉള്ള ഒരു ബോഡിയെ നമ്മൾ നെഗറ്റീവ് ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ചാർജ് അതിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് വെദർ ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് 4 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആണോ, ശരിയാണോ, തെറ്റാണോ എന്നുള്ളത് പറയാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ചാർജിങ് there is a change in mass of the body. ചാർജ് ചെയ്യുന്ന സമയത്ത് ബോഡിയുടെ മാസിന് ചേഞ്ച് വരും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. there is a change in mass of the body. ബോഡിയുടെ മാസിന് ചേഞ്ച് ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ചാർജ് ചെയ്യുന്ന സമയത്ത് ബോഡിയുടെ മാസിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്കൊരു ബോഡി ഉണ്ട്. രണ്ടാമത്തെ അല്ലെ, 2 ബോഡീസ് നമുക്ക് എടുക്കാണ്. ഓക്കെ, ഇവിടെ നമ്മൾ 2 ബോഡീസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ 2 ബോഡിയും തമ്മിൽ നമുക്ക് ആദ്യത്തെ മെത്തേഡ് എടുക്കാം, ചാർജിങ് ബൈ ഫ്രിക്ഷൻ എടുക്കാം അല്ലെ. ഈ 2 ബോഡിയും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ റബ്ബ് ചെയ്യാണ്. അങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഒരു ബോഡിക്ക് ചാർജ് നഷ്ടപ്പെടും. ഒരു ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺസ് മറ്റേ ബോഡിയിലേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യാണ്. അങ്ങനെ ഇലക്ട്രോൺസ് ഏത് ബോഡിക്കാണോ ലൂസ് ചെയ്യുന്നത് ആ ബോഡി എന്ത് ചെയ്യും, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ബോഡി പോസിറ്റീവ് ചാർജ് അറ്റൈൻ ചെയ്യും. ഇലക്ട്രോൺ നേടുന്ന ബോഡി എന്ത് കിട്ടും, നെഗറ്റീവ് ചാർജ് അറ്റൈൻ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രോൺസ് റബ്ബ് ചെയ്യുന്നതോറും ഇലക്ട്രോൺസ് ഒന്നിൽ ഒന്നിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനി നോക്കിയേ, ഇലക്ട്രോൺ എന്ന് പറയുന്ന അല്ലെ ഈ പാർട്ടിക്കിളിന് മാസ് ഉണ്ട്. എത്രയാ മാസ്? 9.1 into 10 raised to minus 31 ആണ്. ഓക്കെ, ഇത് വളരെ ചെറിയൊരു മാസ് ആണെങ്കിലും മാസ് അവിടെ ഉണ്ട്. അപ്പൊ ഈ ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പൊ ഈ ബോഡി, രണ്ടാമത്തെ ബോഡി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 9.1 into 10 raised to minus 31 kg മാസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ ഇലക്ട്രോൺ കിട്ടുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്തെന്ന് പറയാം, ഏത് ബോഡിയാണോ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്, ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ബോഡി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന ബോഡിയുടെ മാസ് എന്ത് ചെയ്യും, മാസ് ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്ന ബോഡിയുടെ മാസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പൊ മാസ് കൂടുകയോ കുറയോ, അവിടെ മാസിന് ചേഞ്ച് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണല്ലോ. അപ്പോ ഓക്കെ, ഇനി ചോദിക്കാം, ഇലക്ട്രോൺ കിട്ടുന്ന ബോഡിയുടെ, ഗെയിൻ ചെയ്യുന്ന ബോഡിയുടെ മാസ് എന്ത് സംഭവിക്കാം, ദാറ്റ് ഇൻക്രീസസ്. ഓക്കെ, ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്ന ബോഡിയുടെ മാസ് എന്ത് ചെയ്യാം, ഡിക്രീസസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ബോഡി ക്യാൻ ബി ചാർജ്ഡ് ടു 2.5 ഇലക്ട്രോൺ where E is the charge of the electron. അപ്പൊ നമ്മുടെ ബോഡിയെ ചാർജ് ചെയ്തിരിക്കുന്ന 2.5 ഇലക്ട്രോൺ വെച്ചിട്ടാണ്. അങ്ങനെ 2.5 ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു ചാർജ് ആ ബോഡിക്ക് കൊടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനില് ഒരു ബോഡിയെ 2.5 ഇലക്ട്രോൺ ചാർജ് ചെയ്യിക്കാനായിട്ട് പറ്റുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ നമുക്ക് പറയാം Q is equal to plus or minus n into E. n എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഇന്റിജർ ആണ്. ഓക്കെ, ഇന്റിജർ വാല്യൂസ് ഏതൊക്കെയാ, n is equal to 1, 2, 3, 4 etc. ഓക്കെ, ഇന്റിജേഴ്സേ വരാവുള്ളൂ. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എത്രയാണ്, 2.5 ഇലക്ട്രോൺ ആണ്. അത് ഇന്റിജർ ആണോ? അല്ല, ഫ്രാക്ഷണൽ വാല്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ 2.5 ഇലക്ട്രോൺ ഒരു ബോഡിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ,
അപ്പോൾ നമുക്ക് ക്വാണ്ടൈസേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 2.5 ഇലക്ട്രോൺ ഒരു ബോഡിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. എന്തായിരിക്കണം, ഇന്റിജേഴ്സ് മാത്രമേ വരാറുള്ളൂ. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, while charging the body by induction new charges are created in it. പുതിയ ചാർജസ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻഡക്ഷൻ വഴി ഒരു ബോഡിയെ ചാർജ് ചെയ്യുമ്പോൾ പുതിയ ചാർജസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇൻഡക്ഷൻ പഠിച്ചു കഴിഞ്ഞതാണ്. ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻഡക്ഷൻ വഴി നമുക്ക് പുതിയ ചാർജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് റോഡ് എടുത്തു. ഈ ഗ്ലാസ് റോഡിന് എന്തായിട്ട് എടുക്കാം, പോസിറ്റീവ് ചാർജ് ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ, ഓക്കെ, നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ അടുത്ത് വേറൊരു ബോഡിയെ കൊണ്ടേ വെക്കും. അപ്പൊ എന്താ സംഭവിക്കുക, ഈ ബോഡിയിലെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ, അൺചാർജ്ഡ് ബോഡിയുടെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കമ്പൈൻ ചെയ്തിരിക്കുമ്പോൾ ഇവിടുത്തെ എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജിനെ ഈ പോസിറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് ചേരും. ഈ പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്ത് ഇത് അകലേക്ക് പോകും. അപ്പൊ ഇവിടെ പുതിയ ചാർജസ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഓൾറെഡി ആ ബോഡിയിൽ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കമ്പൈൻ ചെയ്തിരിക്കുന്നുണ്ട്. ആ ചാർജ് ആണ് എന്ത് ചെയ്യാ, ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ പുതിയ ചാർജസ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് ചാർജ് നമുക്ക് പറയാം, ചാർജസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. പുതിയ ചാർജസ് ഒന്നും തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നൈദർ ബി ക്രിയേറ്റഡ്, പുതിയത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, നോർ ബി ഡിസ്ട്രോയ് എന്നാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്, അല്ലെ? ഈ ബോഡിയിൽ തന്നെയുള്ള ചാർജാണ്. അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ, പുതിയ ചാർജസ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കും, ഫോൾസ് ആണ്. ഓക്കെ, അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഫോൾസ് ആണ്. ഓക്കെ, the force between the two charges is less when there is a medium between them. Okay, രണ്ട് ചാർജസിനിടയിലുള്ള ഫോഴ്സ് കുറവാണ് when there is a medium between them. അതിനിടയിൽ, രണ്ട് ചാർജസിനും ഇടയിൽ മീഡിയം ഉണ്ടെങ്കിൽ അതിനിടയിൽ വരുന്ന ഫോഴ്സ് കുറഞ്ഞു പോകും. രണ്ട് ചാർജസിനും ഇടയിലുള്ള ഫോഴ്സ് കുറഞ്ഞു പോകും എന്നാണ് പറയുന്നത്. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് ചാർജ് ഉണ്ട്. ഈ രണ്ട് ചാർജിനും ഇടയിൽ എന്താണ്, എയർ ആണ് മീഡിയം എങ്കിൽ ഫോഴ്സ് നമ്മൾ പഠിച്ചു, ഫോഴ്സ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ, അല്ലെ, ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R² ആണ്. ഇനി ഈ രണ്ട് ചാർജിനെയും നമ്മൾ മീഡിയത്തിൽ വെക്കുകയാണ്. Q1നും Q2നും ഇടയിൽ ഇവിടെ മീഡിയം ഉണ്ട്. മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫോഴ്സ് എങ്ങനെയായിരിക്കും, ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ഈക്വൽ ടു എങ്ങനെ വരാം, 1/4πε0 ഇൻറ്റു Q1, അല്ലെ, ε0യുടെ കൂടെ എന്തെന്ന് കൂടെ വരും, എപ്സിലൺ ആ, Q1 Q2 ഡിവൈഡഡ് ബൈ R². ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്, ഫോഴ്സ് ഇൻ മീഡിയം ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഇൻ എയർ ഇസ് ഈക്വൽ ടു എത്ര വരും, ഇത് ഡിവൈഡഡ് ബൈ ഇത്, അല്ലെ? ഇവ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/4πε0 ക്യാൻസൽ ആയി പോയി, Q1 Q2 ക്യാൻസൽ ആവും, R² ക്യാൻസൽ ആവും, ബാക്കി ഇനി ഇവിടെ എന്തേ ഉള്ളൂ, 1/εr. അത് ന്യൂമറേറ്ററിലാ വരിക, 1/εr എന്ന് വരും, അല്ലെ? ഇവിടെ റിമൈനിങ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ 1/εr. അപ്പൊ ഫോഴ്സ് ഇൻ മീഡിയം നമുക്ക് എങ്ങനെ എഴുതാം, ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ എപ്സിലൺ ആർ. ഓക്കെ, ഇത് നമ്മൾ തിയറി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ എപ്സിലൺ ആർ എന്ന്. അപ്പൊ ഇവിടെ എന്താ ചെയ്യാം, എയറിൽ ഉണ്ടാവുന്ന ഫോഴ്സിനേക്കാളും എന്ത് ചെയ്യും, ഡിവൈഡഡ് ബൈ സർട്ടൻ ടേം വന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഡിവൈഡ് ബൈ ഇത് വന്നിരിക്കുന്നതുകൊണ്ട് എപ്പോഴും ഫോഴ്സ് ഇൻ മീഡിയം എന്തേ ചെയ്യുള്ളൂ, കുറയുള്ളൂ. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്, ലെസ് ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ശരിയാണല്ലോ, ഫോഴ്സ് ഇൻ മീഡിയം എപ്പോഴും എന്തായിരിക്കും, കുറവായിരിക്കും. Therefore, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്, ട്രൂ ആണ്. ഓക്കെ, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഓക്കെ,
second question, unit of permittivity in free space is. ഫ്രീ സ്പേസിലെ പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? കൂളംസ് ലോ എടുക്കുക. കൂളംസ് ലോ എടുത്തിട്ട് നമുക്ക് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണെന്നൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കൂളംസ് ലോ എടുത്ത് ഒന്ന് ചെയ്ത് നോക്കാം. ഫോഴ്സ് F is equal to 1/4 pi epsilon 0 into Q1 Q2 divided by R square. ഓക്കെ, അപ്പൊ പെർമിറ്റിവിറ്റി എപ്സിലൺ സീറോയുടെ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എപ്സിലൺ സീറോനെ മാത്രം ഒരു സൈഡിലേക്ക് ആക്കുക. എപ്സിലൺ സീറോ എടുത്തു. അപ്പൊ എഫ് എന്ത് ചെയ്യും? എപ്സിലൺ സീറോയുടെ പൊസിഷനിലേക്ക് പോകും. അപ്പൊ 1/4 pi എഫ് എപ്സിലൺ സീറോയുടെ പൊസിഷനിലേക്ക് വന്നു. Q1 Q2 ഡിവൈഡഡ് ബൈ എന്ത് വന്നു? R സ്ക്വയർ. ഓക്കെ, 4 pi ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. 1നും യൂണിറ്റ് ഇല്ലല്ലോ. അപ്പൊ ഇതിന് യൂണിറ്റ് ഇല്ല. അപ്പൊ 1 ഡിവൈഡഡ് ബൈ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ. ഇനി ചാർജിന്റെ യൂണിറ്റ് കൂളംബാണ്. ഈ ചാർജിന്റെ യൂണിറ്റും കൂളംബാണ്. അപ്പൊ കൂളോം ഇൻറ്റു കൂളോം അല്ലെ, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് R ആണ്. രണ്ട് ചാർജിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആയിട്ട് അല്ലെങ്കിൽ A ആയിട്ട് എങ്ങനെ വേണേലും എടുക്കാം. അതെന്ത് വരും? മീറ്ററിൽ ആണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ മീറ്റർ സ്ക്വയർ. അപ്പൊ നമ്മുടെ യൂണിറ്റ് എന്തായി? കൂളോം സ്ക്വയർ ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ എപ്സിലൺ സീറോയുടെ പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? കൂളോം സ്ക്വയർ ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. Okay. Our third question, suppose two negative charges minus q each are placed at a distance a apart. Draw the electric field lines. രണ്ട് മൈനസ് ക്യൂ ചാർജിനെ a ഡിസ്റ്റൻസ് അകലെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് മൈനസ് ക്യൂ ചാർജസ് ആണ് അല്ലെ. മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജസ് ഉണ്ട്. ഈ ചാർജിനിടയിൽ എ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഏത് ഡിസ്റ്റൻസ് എങ്കിലും ആയിക്കോട്ടെ. ഇവ തമ്മിൽ എന്ത് വരും? ഒരേപോലത്തെ ചാർജ് ആണ്. സോ ദർ വിൽ ബി എ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ. ഈ മൈനസ് ക്യൂ ചാർജ് ആയതുകൊണ്ട് മൈനസ് ക്യൂ ചാർജിലേക്ക് എന്ത് ചെയ്യാണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വന്ന് കയറാണ്, എൻട്രി ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ലൈൻസ് വന്ന് എൻട്രി ചെയ്തു, ഇവിടെ നിന്ന് ലൈൻസ് വന്ന് എൻട്രി ചെയ്തു, ഇവിടെ നിന്ന് ലൈൻസ് വന്ന് എൻട്രി ചെയ്തു. ഇനി എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ലൈൻസ് വന്ന് എൻട്രി ചെയ്യുന്നുണ്ട്, ഇവിടെ ലൈൻസ് വന്ന് എൻട്രി ചെയ്തു. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുക അല്ലെ? ഇവിടുന്ന് ഈ ഭാഗം ഇവിടെ റിപ്പൾഷൻ സംഭവിക്കുകയാണ്. അപ്പൊ റിപ്പൾഷൻ സംഭവിക്കുന്നതുകൊണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ലൈൻസ് എന്ത് ചെയ്യും? ഈ രീതിയിലായിരിക്കും നമ്മൾ വരയ്ക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈൻസ് ഇങ്ങോട്ട് നിവർന്നു വരാൻ സമ്മതിക്കില്ല. ഈ മൈനസ് ക്യൂ അത് റിപ്പൽ ചെയ്യാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മൈനസ് ക്യൂ ചാർജ് എടുത്താലും എന്ത് വരും? ഇവിടുത്തെ ലൈൻസ് ഇങ്ങനെ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ എന്ത് ചെയ്യും? രണ്ടായിട്ട് ഇങ്ങോട്ട് അടുക്കാണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് അല്ലെങ്കിൽ അകലേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ ഇങ്ങനെ കർവായിട്ട് ഇങ്ങോട്ട് വളഞ്ഞു വരാൻ കാരണം ഇവ തമ്മിലുള്ള റിപ്പൽഷൻ ആണ്. ഓക്കെ, രണ്ട് പോസിറ്റീവ് ചാർജ് എടുത്താലും പ്ലസ് ക്യൂ ചാർജ് ആണ് നമ്മൾ രണ്ടെണ്ണം എടുക്കുന്നതെങ്കിലും പ്ലസ് ക്യൂ ചാർജിന്റെ ഇതുപോലെ തന്നെ. അപ്പൊ പ്ലസ് ക്യൂ ചാർജിൽ നിന്ന് ലൈൻസ് എന്താ ചെയ്യുക? പുറത്തേക്ക് പോകുന്നതായിട്ട് കാണിക്കണമെന്നുള്ള ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, പോസിറ്റീവ് ചാർജിൽ നിന്ന് ലൈൻസ് എന്ത് ചെയ്യാണ്? പുറത്തേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്? പുറത്തേക്ക്. ഈ ആരോ മാർക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ എന്ത് ചെയ്യും? പുറത്തേക്ക് പോകുന്നതായിട്ട് കാണിക്കാം. ഓക്കെ, ഇവിടെ ഇവ തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽഷൻ ഉള്ളത് കൊണ്ടാണ്. രണ്ട് ഒരേപോലത്തെ ചാർജ് തമ്മിൽ എന്ത് ചെയ്യാണ്? റിപ്പൽ ചെയ്യുന്നത് കൊണ്ട് ഈ ഭാഗത്ത് എന്തുണ്ടാവില്ല? ലൈനും ഇലക്ട്രിക് ലൈൻസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ രണ്ട് നെഗറ്റീവ് ചാർജ് ആയാലും രണ്ട് പോസിറ്റീവ് ചാർജ് ആണെങ്കിലും ആരോ മാർക്ക് മാത്രം നോക്കിയാൽ മതി. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ്. ആരോ മാർക്ക് നെഗറ്റീവ് ചാർജിലേക്ക് ആരോസ് വന്ന് കയറുകയാണ്. നെഗറ്റീവ് ചാർജിലാണ് ലൈൻസ് ഓഫ് ഫോഴ്സ് എൻഡ് ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പുറത്തേക്ക് പോവുകയാണ്. ഓക്കെ, 10 two plane sheets of charges
plus sigma and minus sigma are kept as shown in figure. What are the electric field intensities at A and B? കണ്ടോ, ഇവിടെ രണ്ട് ഷീറ്റ് തന്നിട്ടുണ്ട്. ഈ ഷീറ്റിന് പ്ലസ് സിഗ്മയാണ്, ഈ ഷീറ്റിന് മൈനസ് സിഗ്മയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയിലെയും ബിയിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റീസ് എന്തൊക്കെയാണ്, അവിടുത്തെ വാല്യൂസ് എന്താണെന്ന് നമുക്കൊന്ന് വരച്ച് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റിൽ ഞാൻ നിവർത്തി ഇങ്ങനെ വെച്ച് വരച്ചിരിക്കുകയാണ്. ഇവിടെ പ്ലസ് സിഗ്മ, ഇവിടെ എന്തുവരും മൈനസ് സിഗ്മ. ഇവിടെയാണ് ബി എന്ന് പറയുന്ന പോയിന്റ്, ഈ പോയിന്റ് എന്തുവരും എ ആണ്. എയിലെയും ബിയിലെയും ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് അറിയേണ്ടത്. അപ്പൊ നോക്കാം നമുക്ക്. ഇത് പ്ലസ് സിഗ്മ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, സർഫസ് ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത് യൂണിഫോം ആയിട്ട് ഇവിടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ചാർജ് ആണ്. ഇത് മൈനസ് സിഗ്മ ആയതുകൊണ്ട് ഇവിടെ എന്ത് വരികയാണ്, നെഗറ്റീവ് ചാർജ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, നമുക്കറിയാവുന്ന ആദ്യം ഫസ്റ്റ് ഷീറ്റ് മാത്രം എടുക്കാം. ഫസ്റ്റ് ഷീറ്റിന്റെ കേസിൽ പോസിറ്റീവ് ചാർജിൽ നിന്ന് ലൈൻസ് എപ്പോഴും എന്ത് ചെയ്യും, പുറത്തേക്കാണ് പോണത്. അപ്പൊ ഫസ്റ്റ് ഷീറ്റിൽ നിന്ന് ഇലക്ട്രിക് ലൈൻസ് പുറത്തേക്ക്, ഈ ലൈൻസ് ഇത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് ഷീറ്റ് ആയതുകൊണ്ട് E1 നമുക്ക് ഇടാം. ഇവിടെ E1, നമുക്ക് ഇവിടെ എന്തെടുക്കാം, E1. ഫസ്റ്റ് ഷീറ്റിന്റെ പ്രസൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്ന മൂന്നെണ്ണം. ഇനി നെഗറ്റീവ് ഷീറ്റ് എടുത്തു. നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യും, ഇലക്ട്രിക് ലൈൻസ് വന്നു ചേരുകയാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യാണ്, വന്നു ചേരുകയാണ്. ഇനി ഇപ്പുറത്തുനിന്നായാലും എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് എവിടെന്നോ ഇങ്ങോട്ട് വന്നു ചേരുകയാണ്. നെഗറ്റീവ് ഷീറ്റിലേക്ക് ലൈൻസ് എല്ലാം എന്ത് ചെയ്യാൻ വന്നു ചേരുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ ആരോ മാർക്ക് ഇട്ട് കൊടുക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കി ഇടുക. ഇവിടെ നമുക്ക് സെക്കൻഡ് ഷീറ്റ് ആയതുകൊണ്ട് E2, ഇവിടെയും E2, ഇവിടെയും നമുക്ക് എന്ത് കൊടുക്കാം, E2. ഓക്കെ, ഇനി നോക്കിയേ, E1ഉം E2ഉം ഒരേ ഡയറക്ഷൻ ആണോ? അല്ല. ഇവിടെ നമുക്ക് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്ര വരും, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു E2 മൈനസ് E1 അല്ലെ. E2 പോസിറ്റീവ് ഡയറക്ഷനിലും E1 നെഗറ്റീവ് ഡയറക്ഷനിലാണ്. അപ്പൊ E2 മൈനസ് E1 എടുക്കാം. ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ വരും, രണ്ടും ഒരേ ഡയറക്ഷൻ ആണ്. അപ്പൊ E1 പ്ലസ് E2. ഇവിടെയുള്ളതോ E1 പോസിറ്റീവ് ഡയറക്ഷനിൽ, E2 നേരെ ഓപ്പോസിറ്റ്. അപ്പൊ E1 മൈനസ് E2. ഓക്കെ ആണല്ലോ. ഇനി ഒരു സിംഗിൾ ഷീറ്റ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണ് ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷനില്. സിംഗിൾ ഷീറ്റ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് കണ്ടുപിടിച്ചായിരുന്നല്ലോ. അപ്പൊ സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, E1 ഇസ് ഈക്വൽ ടു നമുക്ക് കൊടുക്കാം സിഗ്മ ബൈ 2ε0 പ്ലസ് E2 മൈനസ് സൈൻ എടുക്കോ. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ചാർജിന്റെ സൈൻ നമ്മൾ കൺസിഡർ ചെയ്യില്ല. സർഫസ് ചാർജിന്റെ സൈൻ നമ്മൾ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല. അപ്പൊ E2നെ നമുക്ക് എന്ത് ചെയ്യാം, സിഗ്മ ബൈ 2ε0. ഓക്കെ, ഓൾറെഡി ഡയറക്ഷൻ ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പൊ സിഗ്മ ബൈ 2ε0 പ്ലസ് സിഗ്മ ബൈ 2ε0 എത്ര വരും, നമുക്ക് എഴുതാം 2 സിഗ്മ ബൈ 2ε0. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി ഇനി എത്ര വരും, സിഗ്മ ഡിവൈഡഡ് ബൈ ε0. അപ്പോ ബിയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയായിട്ടാണ് വന്നിരിക്കുന്നത്, സിഗ്മ ഡിവൈഡഡ് ബൈ ε0. ഓക്കെ, ഇവിടെ ക്ലിയർ ആയല്ലോ. എന്താ വന്നിരിക്കുന്നത്, സിഗ്മ ബൈ 2ε0 പ്ലസ് സിഗ്മ ബൈ 2ε0 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് 2 സിഗ്മ ബൈ, ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് മേളിൽ ആഡ് ചെയ്ത് എഴുതാം. 2 സിഗ്മ ബൈ 2ε0 ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ ε0. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ബി എന്ന് പറയുന്ന, അല്ലെങ്കിൽ രണ്ട് ഷീറ്റിനും ഇടയ്ക്ക് എന്തുവരും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചാപ്റ്ററിൽ നമുക്ക് കപ്പാസിറ്റർ വരുമ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ സിഗ്മ ബൈ ε0. ഇനി ഇവിടുത്തെ ആണെങ്കിലോ സിഗ്മ ബൈ ε0, 2ε0 മൈനസ് സിഗ്മ ബൈ 2ε0. അപ്പൊ ഇവിടെ എന്തായി പോവും, ഇവിടെ നെഗറ്റീവ് സൈൻ അല്ലെ, ഇവിടെ കിടക്കുന്ന നെഗറ്റീവ് സൈൻ കൊണ്ടാണ് ഇവിടുത്തെ നെഗറ്റീവ് സൈൻ. അപ്പൊ അത് എത്രയായി പോവും, 0. ഇവിടെയാണെങ്കിലോ സിഗ്മ ബൈ 2ε0 മൈനസ് സിഗ്മ ബൈ 2ε0. ഇവിടെ
ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കൊണ്ടുണ്ടാവുന്ന മൈനസ് സൈൻ ആണ് അവിടെ. അപ്പൊ മൈനസ് അങ്ങനെ എടുത്തു, ദാറ്റ് ഇറ്റ്സ് ഈക്വൽ ടു 0. അപ്പൊ എയില് എത്രയാണ് ഇലക്ട്രിക് ഫീൽഡ് 0. ഇനി ഇവിടെ സി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ സിയിലെയും ഇലക്ട്രിക് ഫീൽഡ് എന്ത് തന്നെയാണ് 0. ഇനി ഇലക്ട്രിക് ഫീൽഡ് എവിടെ മാത്രമേ ഉള്ളൂ? ഇതിന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ വാല്യൂ എത്രയാണ്? σ/ε0. അപ്പൊ ഒരു ഷീറ്റ് പോസിറ്റീവും അടുത്ത ഷീറ്റ് നെഗറ്റീവും ആണെങ്കിൽ ആ രണ്ട് ഷീറ്റിനും ഇടയിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ, two identical spheres carrying charges +5 microcoulomb and -9 microcoulomb are touched together and then separated. Which statement is true in each sphere? നമുക്ക് രണ്ട് സ്പിയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? +5 മൈക്രോകൂളമിന്റെ ഒരു സ്പിയർ ഉണ്ട്, +5 മൈക്രോകൂളം ഉണ്ട്. അതുപോലെ തന്നെ -9 മൈക്രോകൂളം ഉണ്ട്. രണ്ട് സ്പിയേഴ്സ് ആണുള്ളത്. ആദ്യം അവ എന്ത് ചെയ്യും? തമ്മിലൊന്ന് ടച്ച് ചെയ്യും, എന്നിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ഈ രണ്ട് സ്പിയേഴ്സിനെ തമ്മിൽ നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഇതിന് +5 മൈക്രോകൂളമ്പും ഉണ്ട്, ഇത് -9 മൈക്രോകൂളമ്പും ഉണ്ട്. അപ്പൊ അവിടെ എന്ത് വരും? ഇതൊരു സിസ്റ്റം പോലെയായി രണ്ടും കൂടെ ടച്ച് ചെയ്തപ്പോ, അല്ലെ? അപ്പൊ അവിടെ അഡിറ്റീവ് നേച്ചർ ഓഫ് ചാർജ് യൂസ് ചെയ്യാം. അഡിറ്റീവ് നേച്ചർ ഓഫ് ചാർജ് അനുസരിച്ച് നെറ്റ് ചാർജ് എത്ര വരും? നെറ്റ് ചാർജ് ഇസ് ഈക്വൽ ടു +5 + -9, അല്ലെ? അത്രയും മൈക്രോകൂളമ്പ് ആണ്. അപ്പൊ എത്രയാ വരിക? -4 മൈക്രോകൂളം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന -4 മൈക്രോകൂളമ്പ് ആണ് എപ്പോ? രണ്ടും കൂടെ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുക, അല്ലെ? അങ്ങനെ രണ്ടും കൂടെ ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഇവിടെ കിട്ടി. ഇനി എന്ത് ചെയ്യും? ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ രണ്ട് സ്പിയേഴ്സിനെയും തമ്മിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനി എന്ത് സംഭവിക്കും? ഈ ചാർജ് എങ്ങനെയാണ് സെപ്പറേറ്റഡ് ആവുക? ഈക്വൽ ആയിട്ടാണ്. അപ്പൊ ഈ ഇതിന് -2 മൈക്രോകൂളമ്പും കിട്ടും, ഇതിനും എത്ര കിട്ടും? -2 മൈക്രോകൂളമ്പ് കിട്ടും. എന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ആയി പോയിട്ടില്ലല്ലോ, ഫുൾ ചാർജ് ക്യാൻസൽ ആയി പോയിട്ടില്ല. രണ്ട് സ്പിയേഴ്സിന് എത്ര വെച്ച് കിട്ടി? -2 വെച്ചിട്ട് കിട്ടി. ഓക്കെ, അപ്പോ ചാർജ് നമുക്ക് എത്രയാണെന്ന് അറിയാം. നമുക്ക് അറിയേണ്ടത് ഇവിടെ ആൻസറിലേക്ക് നോക്കിയിട്ട് ഇനി നമുക്ക് ഫൈനൽ ആൻസർ സെലക്ട് ചെയ്യാം. 1.25 × 10⁻13 ഇലക്ട്രോൺസ്. നമുക്ക് ചാർജ് അല്ല അറിയേണ്ടത്. ചാർജാ ചോദിക്കണമെങ്കിൽ നമുക്ക് പറയാം -2 മൈക്രോകൂളം ചാർജ് ആണ് ഓരോന്നിനും ഉള്ളത്. ഓക്കെ, ഓരോന്നിനും കിട്ടിയിരിക്കുന്നത്. സാധാരണ ഒരു ബോഡി എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പൊ എത്രയുണ്ട്? -2 മൈക്രോകൂളമ്പിനുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇലക്ട്രോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം. Q = N × E. നമുക്കറിയേണ്ടത് എത്ര ഇലക്ട്രോൺസ് ആണെന്നാണ്. N = എന്ത് വരും? Q / E. താഴേക്ക് എടുക്കുക. അപ്പൊ Q / E. That is equal to മൈനസ് സൈൻ റെപ്രസെന്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ആണല്ലോ. അപ്പൊ -2 × ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. 2 / എന്ത് വരും? E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ്. ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻−19. ഓക്കെ, 2 മൈക്രോ ആണ്. അപ്പൊ മൈക്രോയില് 10⁻⁻6 എന്ന് കിട്ടി. -6 -19ലേക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എത്ര വരും? -2 / 1.6 × 10⁻−13 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. നെഗറ്റീവ് സൈൻ ഇല്ലാണ്ട് എഴുതിയാൽ മതി. 2 / അത് ചാർജിന്റെ സൈൻ ആണല്ലോ. അപ്പൊ 2 / 1.6. 10⁻−13 മേളിലേക്ക് വരുമ്പോൾ 10⁻+13 ആയി. ഓക്കെ, 2 / 1.6 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി എത്ര വരാം? 2 / 1.6 that is equal to, ഇത് കണ്ടാൽ തന്നെ അറിയാം 1 പോയിന്റിലേ വരുള്ളൂ. അപ്പൊ ഈ ആൻസറും തെറ്റാണ്, ഈ ആൻസറും തെറ്റാണ്, അല്ലെ? 2 / 1.6 ആണ്. അപ്പൊ എന്തായാലും ലെസ് ദാൻ എന്ത് വരും? 2 ആണല്ലോ. അപ്പൊ ഇത് രണ്ടും തെറ്റിപ്പോയി. ഇനി ഇത് രണ്ടിലും ഏതാണ് ആൻസർ എന്നുള്ളതാണ്. 10⁻13 വന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം it's equal to 1.25 × 10⁻13 ആണ്, അല്ലെ? ഇലക്ട്രോൺസ് ആണ്, അത്രയും ഇലക്ട്രോൺസ് ആണ്, അല്ലെ? ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ,
അത്രയും ഇലക്ട്രോൺസ് അതിനുണ്ട്. അത്രയും എക്സസ് ആണോ അത്രയും ഡെഫിഷ്യൻസി ആണോ ഉള്ളത്? ഓക്കെ, ഒരു ബോഡിക്ക് എന്ത് ചെയ്യുക, ചാർജ് ഉണ്ട്, ചാർജ് കിട്ടിയിട്ടുണ്ട്. എത്രയാ ചാർജ് കിട്ടുക എന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ട് എത്രയുണ്ട്? ഇപ്പോ -2 മൈക്രോ കൂളംബ് ഉണ്ടെന്ന് പറയാം. അപ്പൊ ഇവിടെ എത്ര ഇലക്ട്രോൺസ് കൂടുതലുണ്ട്? 1.25 × 10⁻13 ഇലക്ട്രോൺസ് കൂടുതലുണ്ട്. ഓക്കെ, ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുകയോ ഇലക്ട്രോൺസ് നഷ്ടപ്പെടുത്തുകയോ ചെയ്യുമ്പോഴാണല്ലോ എന്തെന്ന് പറയാ, ചാർജ് ഉണ്ടാവുക, അല്ലെ? അപ്പോ നെഗറ്റീവ് ചാർജ് ഇവിടെ നമ്മൾ പറഞ്ഞു മൈനസ് ആണ്. മൈനസ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോഡി ഇലക്ട്രോണിനെ കിട്ടുമ്പോഴാണല്ലോ മൈനസ് സൈൻ വരിക, അല്ലെ? അപ്പൊ ഇലക്ട്രോണിനെ ഇപ്പൊ ഇവിടെ എന്ത് ചെയ്തേക്കാം? മൈനസ് കിട്ടിയിരിക്കുകയാണ്. ഇലക്ട്രോണിനെ കിട്ടുമ്പോ എന്തെന്ന് പറയാ, എക്സസ് ആണ്, അല്ലെ? ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റില് ഒരു ബോഡിക്ക് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുമ്പോ പോസിറ്റീവ് ചാർജ് കിട്ടും, ഒരു ബോഡിക്ക് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ എന്തുവരെ നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ ഇവിടെ ഗെയിൻ ആണ്, അതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറയാം? ബി. 1.25 × 10⁻13 ഇലക്ട്രോൺസ് ആർ എക്സസ്. ഓക്കെ ആണല്ലോ, അല്ലെ? Okay. That's all about today's portion. I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.